ഹലോ, നമ്മളുടെ ഇന്നത്തെ റെസിപ്പി ഒരു ചിക്കൻ മന്തിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ ഈസിയാണ്. ഈസി എന്ന് പറയുമ്പോൾ പെട്ടെന്നൊന്നും തീരില്ല, കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്, എന്നാലും സ്റ്റെപ്സൊക്കെ വളരെ ഈസിയാണ്. അപ്പോൾ ഇതിൽ ചിക്കനിലേക്കുള്ള മസാലകളാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. കുറച്ച് കറുവപ്പട്ടയുണ്ട്, 6-7 ഏലക്ക, ഓരോ ടേബിൾ സ്പൂൺ വീതം കുരുമുളകും നല്ല ജീരകമാണ് എടുത്തേക്കുന്നത്. പിന്നെ നമ്മളിതിലേക്ക് ഇടുന്നത് മാഗിയുടെ ചിക്കൻ ക്യൂബ്സാണ്. ഇതിട്ട് കഴിഞ്ഞാലാണ് കറക്റ്റ് ആ ഒരു ഫ്ലേവറൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചേക്കണ ആ മസാലകളൊക്കെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് പൊടിഞ്ഞോട്ടെ, കുഴപ്പമില്ല. ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചിക്കനിലേക്ക് വെക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പരന്ന പാത്രമാണ് എടുത്തേക്കണത്. കാരണം നമ്മളുടെ ചിക്കനൊക്കെ താഴെ ഈ പാത്രത്തിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ നിരന്നിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പാത്രം വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം ഭയങ്കര വലിയ കഷ്ണങ്ങളൊന്നും അല്ലാട്ടോ എടുത്തേക്കണത്. ഏകദേശം 1.25 കിലോളം ചിക്കൻ ഉണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുക. എന്നാലാണ് ആ കറക്റ്റ് കളറൊക്കെ കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് കളർ ചേർക്കേണ്ടി വരും. പിന്നെ ആവശ്യത്തിന് ഉപ്പാണ് ഞാനിതിൽ ചേർക്കുന്നത്. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് ചേർക്കുക. ആദ്യം കുറച്ച് ചേർത്താൽ മതി, കാരണം നമ്മൾ മാഗി ക്യൂബ്സ് ചേർക്കുമ്പോൾ അതിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ ചേർക്കുന്നത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ പൊടി കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക. ക്രഷ് ചെയ്തിട്ട് ആ ഫുള്ള് മസാലയും ഈ 1.25 ചിക്കന് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇടുമ്പോൾ ആ മസാലയുടെ ഇത് നോക്കിയിട്ട് ഇടുക. അല്ലാന്നുണ്ടെങ്കിൽ ആ കറക്റ്റ് ഫ്ലേവർ കിട്ടില്ല കേട്ടോ. ഈ 1.25 കിലോ ചിക്കൻ അത്രയും വേണം. പിന്നെ ഞാനിതിലേക്ക് മാഗി ക്യൂബ്സിൻ്റെ ഒരു പീസേ എടുത്തിട്ടുള്ളൂ, ഫുള്ളായിട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അതൊന്നുപോലെ ഒന്ന് കൈകൊണ്ട് തന്നെ നമ്മളൊന്ന് മിക്സ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഈ ഒരു മസാലയിൽ കുറച്ച് ഉപ്പ് ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് ചിക്കനിലേക്ക് ഇടുമ്പോൾ ഉപ്പ് സൂക്ഷിച്ചിടുക. കാരണം ഇതിൽ ഓൾറെഡി ഉപ്പുണ്ട്. അപ്പോൾ അതും കൂടി ആയി വരുമ്പോൾ നല്ല കറക്റ്റ് പാകമായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ട് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഈ മാഗി ക്യൂബ്സും കൂടെ ഇതുപോലെ ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് ഇതാക്കി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മളിനി ഇതിലേക്ക് കുറച്ച് ഓയിലാണ് ഒഴിക്കുന്നത്. ഓയിൽ എന്ന് പറയുമ്പോൾ സൺഫ്ലവർ ഓയിലായിട്ട് ഒഴിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഓയിലും കൂടെ ഇട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇനി ഒരു മണിക്കൂറെങ്കിലും കുറഞ്ഞത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി ആ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള പ്രോസസ്സൊക്കെ നമ്മൾ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ ചോറിനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ചോറ് ഇവിടെ ഞാനൊരു 4 ഗ്ലാസ്, ഏകദേശം 1 കിലോയോളം അരിയാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേവിച്ച് ഊറ്റുന്നത് കൊണ്ട് തന്നെ കുറച്ചധികം വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് മസാലകൾ എടുത്ത് വെച്ചിരിക്കുന്നത് കുറച്ച് കറുവപ്പട്ടയുണ്ട്, ഒരു ഉണക്ക നാരങ്ങയുണ്ട്, പിന്നെ ഒരു വലിയ ബേ ലീഫാണ് എടുത്തേക്കുന്നത്, പിന്നെ 6-7 ഏലക്ക എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ഉപയോഗിക്കുന്ന അരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റ് സെല്ല റൈസാണ്. അതൊരു 20 മിനിറ്റ് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചേക്കുന്നതാണ്. കുതിർത്തിട്ട് കഴുകി വാരി വെച്ചേക്കുന്നതാണെങ്കിൽ വെള്ളം തിളക്കുമ്പോൾ നമുക്ക് അതിലേക്ക് ഇട്ടാൽ മതിയാവും. അപ്പോൾ വെള്ളം നമ്മൾ തിളപ്പിക്കാൻ വെച്ചേക്കുന്ന വെള്ളത്തിലേക്ക് ഈ മസാല നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ഉണക്ക നാരങ്ങയും കൂട്ടുകളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉണക്ക നാരങ്ങ ഇല്ലയെന്നുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല, ഒരു വലിയൊരു ചെറുനാരങ്ങയുടെ നീര് കംപ്ലീറ്റ് ആയിട്ട് അതിലേക്ക് ഒന്ന് സ്ക്വീസ് ചെയ്ത് ഒഴിക്കുക. വേണമെങ്കിൽ 1.5 നാരങ്ങ വരെയൊക്കെ എടുക്കാം. ആ ഒരു ടേസ്റ്റ് ആ വെള്ളത്തിലുണ്ടാവും. പിന്നെ കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ നേരത്തെ ചിക്കനിലേക്ക് മാരിനേറ്റ് ചെയ്തപ്പോൾ ഇട്ട ആ ഒരു മാഗി ക്യൂബ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി ഭാഗം ഇതിലേക്ക് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചോറിന് കുറച്ചുകൂടെ ആ ഒരു ഫ്ലേവർ കൂടുതലായിട്ട് കിട്ടും. അപ്പോൾ അത് ചേർക്കണമെങ്കിൽ നല്ലതാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ നിർബന്ധമൊന്നുമില്ല, ആ ഒരു ടേസ്റ്റ് കൂടുതലായിട്ട് വേണ്ടവർക്ക് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ വെള്ളമൊക്കെ തിളച്ചപ്പോൾ ഞാനിവിടെ അരിയൊക്കെ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ മൂടി വെക്കണമെന്നൊന്നുമില്ല, തുറന്ന് വെച്ചിട്ട് തന്നെ ഒരു 90-95% ആകുമ്പോൾ നമുക്ക് വേവിച്ച് ഊറ്റിയെടുക്കാം ഈ അരി അടുപ്പത്തിട്ടതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ നമ്മളുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചതും കൂടെ ഒന്ന് ആ ഒരു നമ്മൾ നേരത്തെ ഒഴിച്ച ഓയിലിൽ തന്നെ ഇട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ 2 സൈഡും ഒരു ചെറിയൊരു ബ്രൗൺ കളർ ആകുന്നവരെ നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മന്തിയുടെ ചിക്കൻ എപ്പോഴും നമുക്ക് ആ ഒരു റോ ആയിട്ടല്ലേ കിട്ടുക, വെറുതെ പുഴുങ്ങിയ ആ ഒരു രീതിയിലാണ്. അപ്പോൾ ഇതുപോലെ ഒരു ടോസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കഴിക്കാനൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ചെറിയൊരു 1/4 വേവ് അളവ്, 1/4 വേവിലും കുറച്ചുകൂടെ ആവാം. കാരണം ഇനി നമ്മൾ ദം ചെയ്യണ ആ ഒരു സമയം മാത്രമേ ഉള്ളൂ. അപ്പോൾ ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആവണമെങ്കിൽ 1/4 വേവ് വേവിച്ചിട്ട് വേണം നമ്മൾ ചോറ് ഇതിൻ്റെ മുകളിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചോറ് ഇടുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഞാനിവിടെ ഒരു തക്കാളി, ഒരു വലിയൊരു സവാള, അതുപോലെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള ക്യാപ്സിക്കം ഇത്രയും അരിഞ്ഞിട്ട് വട്ടത്തിലരിഞ്ഞ് വെറുതെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ കുറച്ച് പച്ചമുളകും കൂടി ഇടുന്നുണ്ട്. ഒരു 2-3 പച്ചമുളക് മതിയാവും, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇതൊന്നും ഇട്ടില്ല എന്നുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല, പക്ഷേ പച്ചമുളക് ഇടണം. അല്ലാതെ ക്യാപ്സിക്കം, തക്കാളി, സവാള ഒന്നും നിർബന്ധമൊന്നുമില്ല, ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ഇടുക. ഇതിപ്പോൾ നമ്മൾ അടിയിൽ നിന്നും മുകളിൽ നിന്നും കൂടെ ചൂട്
ചൂട് ചെല്ലുമ്പോൾ ശരിക്കും നമ്മൾ ഇട്ട ഈ ഒരു വെജിറ്റബിൾസൊക്കെ നന്നായിട്ടൊന്ന് വാടി കിട്ടിക്കോളും. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഈ ചൂട് ചോറും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ഇവിടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നേരത്തെ വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ചോറും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കറക്റ്റ് വേവിലാണ് ചോറ് എടുത്തേക്കുന്നത്. അതാകുമ്പോൾ ആ കുറച്ച് നേരം തമ്മിലും കൂടെ കിടക്കുമ്പോൾ ചോറ് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടിക്കോളും. പിന്നെ നമ്മൾ ഈ ചോറിൽ ഓയിലൊക്കെ ഒഴിക്കുന്നത് കാരണം ഒരിത്തിരി ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഓയിൽ ഇങ്ങനെ ഒഴിക്കും തോറും ചോറിങ്ങനെ എപ്പോഴും ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും, ഒരുപാട് വെന്ത് കുഴഞ്ഞൊന്നും പോവില്ലല്ലോ. അപ്പോൾ ആ ഒരു ഫീല് വല്ലാണ്ട് വേകാത്തൊരു ഫീല് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് വേവിലെടുത്തിട്ട് നമ്മൾ ദം ചെയ്യാനിടുകയാണെന്നുണ്ടെങ്കിൽ ഓയിലൊക്കെ ഒഴിക്കുമ്പോൾ നല്ല സെറ്റായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഞാനിവിടെ കംപ്ലീറ്റ് ചോറും ഞാൻ ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക്, ആ ചിക്കൻ്റെ മുകളിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചോറ് കംപ്ലീറ്റ് ചേർത്ത് കൊടുത്തിട്ട് നടുക്ക് ഇതുപോലെ ചെറിയൊരു സ്പേസ്, നമ്മൾ ആ ഒരു പുക കിട്ടാനുള്ള ഒരു പാത്രം വെക്കാനുള്ള ചെറിയൊരു സ്പേസ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഞാനിവിടെ ചിരട്ടക്കനലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ചിരട്ടക്കനൽ ആ കത്തി എരിഞ്ഞ കനലാകുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിക്കുമ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ പുക വരും. ഉടനെ തന്നെ നമ്മൾ ആ പാത്രത്തിലേക്ക് വെച്ചിട്ട് ഉടനെ തന്നെ മൂടിയേക്കുക. അതാകുമ്പോൾ ആ ഒരു സ്മോക്കി എഫക്റ്റ് പുറത്തേക്കൊന്നും പോകില്ല, ആ ചോറിൽ തന്നെ നിന്നോളും. അതിൻ്റെ പുറമേ കട്ടിയുള്ളതായി ഇതുപോലുള്ള എന്തെങ്കിലും ഒരു പാത്രം വെച്ച് കൊടുക്കുക, അപ്പച്ചട്ടിയോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ചെറിയ ഉരലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് വെച്ചിട്ട് ഏകദേശം ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ദം ചെയ്തെടുക്കുക. ദം ചെയ്യുമ്പോൾ അടി പിടിക്കുമെന്ന് പേടിയുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ താഴെ ഒരു കട്ടിയുള്ള പാത്രം വെച്ചിട്ട് ദം ചെയ്തെടുക്കുക കേട്ടോ. ഇതിപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളതാണ്. അത് ഞാനപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് കനലൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്കിനി മേളിലത്തെ ചോറൊന്ന് മാറ്റി അതിൻ്റെ അടിയിലുള്ള ചിക്കൻ മാത്രം ഒരു പാത്രത്തിലേക്ക് മാറ്റി ആ ഒരു മസാലയായിട്ട് ആ ചോറൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചിക്കനൊന്നും ഉടഞ്ഞു പോവില്ല, കാരണം നമ്മളൊന്ന് ടോസ്റ്റ് ചെയ്തിട്ട് എടുത്തേക്കണ കാരണം ഉടഞ്ഞൊന്നും പോയിട്ടുണ്ടാവില്ല. അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് എടുത്ത് മാറ്റാണ്. ചിക്കനൊക്കെ കംപ്ലീറ്റ് മാറ്റി കഴിയുമ്പോൾ നമുക്കിതുപോലെ തവി കൊണ്ടിട്ട് അടിയിലെ മസാലയൊക്കെ നേരെ മേളിലത്തെ ചോറിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ചോറ് പൊടിഞ്ഞു പോകുന്നതാണെന്നുണ്ടെങ്കിൽ പാത്രം ഫുള്ളായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മിക്സായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മന്തിയുടെ കറക്റ്റ് കളറൊക്കെ വന്നിട്ടുണ്ട്. ഒട്ടും കളറ് ചേർക്കാതെ തന്നെ ഇത്രയും കളറൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ മന്തി ഉണ്ടാക്കുമ്പോൾ എന്താണെങ്കിലും ചിക്കൻ ക്യൂബ്സ് ചേർക്കുക, അത് ചേർത്താലാണ് ആ കറക്റ്റ് ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള ഫീഡ്ബാക്കും ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.